റിച്വൽ ഉണ്ടാക്കുക. ഞാൻ സ്ട്രെസ്ഡ് ആയി കഴിഞ്ഞാൽ എനിക്ക് ഇന്ന കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ ഞാനൊന്ന് ഓക്കെ ആവുമെന്ന് തോന്നുന്ന കുറച്ച് കാര്യങ്ങൾ ഉണ്ടാവില്ലേ, ഒരു സിനിമക്ക് പോകുന്നതോ നല്ലൊരു ചായ കുടിക്കാൻ പോകുന്നതോ ഇല്ലെങ്കിൽ എൻ്റെ ഇഷ്ടപ്പെട്ട ഒരാളുടെ അടുത്ത് ടൈം സ്പെൻഡ് ചെയ്യുന്നതോ, അങ്ങനെ ഒരു റിച്വൽ നിങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കാം. ഇപ്പൊ യൂഷ്വലി പലപ്പോഴും ഞാൻ ആൾക്കാരുടെ അടുത്ത് പറയുന്ന ഒരു ജേർണൽ ചെയ്യുന്നതുകൊണ്ട്, ഇല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ഗെയിംസ് ഒക്കെ കളിക്കുന്നതുകൊണ്ട്, ഡിജിറ്റൽസ് മാറി കുറച്ച് സമയം ഗെയിംസ് ഒക്കെ കളിക്കുന്നതുകൊണ്ട് നിങ്ങൾ സ്ട്രെസ് മാറ്റുകയാണെങ്കിൽ അങ്ങനെയുള്ള കാര്യം. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ സ്ട്രെസ് മാറ്റാനുള്ള ഒരു റിച്വൽ നിങ്ങൾ ഉണ്ടാക്കി വെക്കുക. ആൻഡ് അതേപോലെ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ടോക്ക് ഇറ്റ് ഔട്ട്. നമ്മളെപ്പോഴും സ്ട്രെസ് വന്നു കഴിഞ്ഞാൽ എനിക്കിത് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. നമ്മളിപ്പോൾ ഒരു കൈ മുറിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഡോക്ടറിനെ കാണിക്കും, ഉള്ളിലൊന്നും വെച്ച് നിൽക്കില്ല, ഇല്ലെങ്കിൽ പൊത്തിപ്പിടിച്ച് ആരും കാണരുത് എന്ന് പറഞ്ഞിട്ട് നിൽക്കില്ല. പക്ഷെ നമ്മൾ മനസ്സിന് ഭയങ്കരമായിട്ട് സ്ട്രെസ്സുകൾ അലട്ടുന്നുണ്ടെങ്കിൽ ആരും അറിയരുത്, എൻ്റെ ഉള്ളിൽ തന്നെ ഞാൻ വെക്കണം എന്ന് പറഞ്ഞിട്ട് നമ്മൾ വെക്കാറാണ് പതിവ്. അപ്പം അങ്ങനെയല്ല, നിങ്ങൾക്ക് അത് ബുദ്ധിമുട്ടായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുന്ന ഒരാളുടെ അടുത്ത്, നിങ്ങളുടെ പാർട്ട്ണറിൻ്റെ അടുത്തോ നിങ്ങളുടെ പാരൻസിൻ്റെ അടുത്തോ ആരുടെ അടുത്തെങ്കിലും ഒന്ന് തുറന്ന് പറയാം, ഞാൻ ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടിലൂടെയാണ് ഇപ്പോൾ കടന്നു പോകുന്നത് എന്നുള്ളത്. ചിലപ്പോൾ ഒന്ന് സംസാരിച്ച് വെൻഡ് ഔട്ട് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് നല്ലൊരു റിലീഫ് അതിലൂടെ കിട്ടും. പക്ഷെ തുറന്നു പറയുന്നത് ആരോടാണെന്നുള്ളൊരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു തീരുമാനം നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത്.